എത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങൻ ജീവിതത്തിലേകിയ പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയെ വെന്ന കർമ്മകാണ്ഡമേ, അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയെ വെന്ന കർമ്മകാണ്ഡമേ, നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ, നിന്റെ രാ
രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായകാമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായകാമുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക 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 ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ രാജാധിരാജനിൻ പാപത്തെയെല്ലാം ക്ഷമിച്ചതിനാലേ രാജാധിരാജനിൻ പാപത്തെയെല്ലാം ക്ഷമിച്ചതിനാലേ ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ പാടിടാം സാനന്ദം കർത്താദി കർത്തനെ താണു വണങ്ങിടാം പാടിടാം സാനന്ദം കർത്താദി കർത്തനെ താണു വണങ്ങിടാം മോടി വേടിഞ്ഞെന്നെ തേടി വന്നോനാം നാഥനെ പുകഴ്ത്തിടാം മോടി വേടിഞ്ഞെന്നെ തേടി വന്നോനാം നാഥനെ പുകഴ്ത്തിടാം ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാനാവില്ലേ പാപങ്ങൾ ശാപങ്ങൾ കോപങ്ങളെല്ലാം മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ പിതാവേ അങ്ങനെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സലിൽ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് വരുന്നതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവർ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ നാഥ ആമേൻ. സഹോദരരെ, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോട് കൂടെ വസിക്കുകയും അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടാവകാശികളാണെന്ന് കരുതി അവരെ ബഹുമാനിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതിയോടുള്ള സ്നേഹപ്രകടമാക്കിയ കാരണവനായ കർത്താവ് ഈ മധുരഭോജ്യത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജനം നൽകുന്ന മാധുര്യം പോലെ അവരുടെ കുടുംബജീവിതം എന്നേക്കും മാധുര്യപൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങയ്ക്ക് സമൃദ്ധമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. വിവാഹത്തിനൊരുക്കമായ അങ്ങയുടെ നാമത്തിൽ മധുരഭോജനം അനുഭവിച്ച ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അന്ത്യം വരെ പുലരുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹമാധുര്യം ആസ്വദിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ സംബന്ധിച്ച ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദാമ്പത്യ ജീവിതത്തിനായ മനുഷ്യ ജീവിതത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മധുരമായി പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. ഇപ്പോൾ എനിക്ക് വിവാഹത്തിന് ദേവാലയത്തിലേക്ക് പിതാവിന്റെ ഉത്തരവാദികളോടും പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു. തിരുഹൃദയത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു. 2 കുട്ടികൾ പനിയിൽ തളിക്കുന്നതിനായി ഒരുങ്ങി നിൽക്കണം. അപ്പൊ ശരിയപ്പോ മുന്നിലെടുക്ക്. ദൈവത്തിന്റെ സ്തുതി. സ്വർഗസ്നായ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് തിരുവനന്തപുരത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമായുള്ള ദാമ്പത്യത്തെയും വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരനായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാകുമാരുടെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. അനന്തരം വിവാഹം ചെയ്യാൻ പോകുന്ന ആശംസകളും നൽകി അനുഗ്രഹിക്കണമേ. പരിഹരിച്ചേശു പാപങ്ങൾ ശാപങ്ങൾ കോപങ്ങളെല്ലാം പരിഹരിച്ചേശു പാരീതിൽ എന്നെ പാലിക്കും പരൻ പരമാനന്ദത്താൽ പാരീതിൽ എന്നെ പാലിക്കും പരൻ പരമാനന്ദത്താൽ ആനന്ദം ആനന്ദം എന്തോരാനന്ദം വർണ്ണിപ്പാൻ
അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. വിക്കാനായ മോശയെ ശക്തനാക്കി നിർത്തുവാൻ മുൾപ്പടർപ്പിൽ അഗ്നിയായി വന്ന ദൈവമേ, വിക്കാനായ മോശയെ ശക്തനാക്കി നിർത്തുവാൻ മുൾപ്പടർപ്പിൽ അഗ്നിയായി വന്ന ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. ഏലിയാവിൻ ദൈവമേ, ഏലിശായിൻ ദൈവമേ, ദാനിയേലിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. ഏലിയാവിൻ ദൈവമേ, ഏലിശായിൻ ദൈവമേ, ദാനിയേലിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. കർമ്മേലിൽ തൻ ഭക്തന് അഗ്നിയാലെ ഉത്തരം അരുളിയ ജീവനുള്ള സത്യദൈവമേ, കർമ്മേലിൽ തൻ ഭക്തന് അഗ്നിയാലെ ഉത്തരം അരുളിയ ജീവനുള്ള സത്യദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. ശമൂവേലിൻ ദൈവമേ, ദാവീദിൻ ദൈവമേ, ഇസ്രായേലിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. ശമൂവേലിൻ ദൈവമേ, ദാവീദിൻ ദൈവമേ, ഇസ്രായേലിൻ ദൈവമേ, ഞാൻ സ്തുതിച്ചിടുന്നു. എബ്രായ ബാലന്മാരോടൊപ്പം അഗ്നിയിലിറങ്ങി വിടുവിച്ച ജീവനുള്ള സത്യദൈവമേ, എബ്രായ ബാലന്മാരോടൊപ്പം അഗ്നിയിലിറങ്ങി. തിരുനാഥനായി പൂജ്യമാമി ദേവി ബലിയായി നൽകാൻ തിരുനാഥനായി ഹൃദയങ്ങളിലും ശരീരങ്ങളിലും ആത്മാവിലും ഒന്നായി കർത്താവിലേക്ക് ഒന്നുകൂടി അടുത്ത മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ച യേശുവിനെ വളരെയും രണ്ട് കുടുംബങ്ങളെയും നമുക്ക് ആരംഭിക്കുന്നു.
ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിലെഴുതുന്ന സർവ്വജീവികളുടെയും ആധിപത്യം ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുകയും ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുകയും കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചലിക്കുന്ന സകല ജീവികളുടെയും നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കും. മൂന്നാം അധ്യായം 1
അതിനോട് ഞാൻ പണി ചോദിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിലോ
മറ്റു നടത്തിയാൽ മതി. ക്രിസ്ത്യൻ വിവാഹം യേശു ക്രിസ്തുവിലാണ് ദമ്പതിമാർ വിവാഹിതരാകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദിവ്യകാശിസുകൾ ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം ഇടയാവട്ടെ. ഇവരുടെ വിവാഹ ജീവിതം എന്നും സൗഭാഗ്യകരമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഡെസിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഡെസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സലീമിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വാക്കുകളിലേക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതരം ചേർത്ത് പിടിക്കും. അക്കാലത്തിന്റെയും വിശ്വാസത്തിന്റെയും രാമത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ നിങ്ങളുടെ വിവാഹത്തിൽ വ്യതിക്കുമാറാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയും. വിശ്വാസത്തിലും സ്നേഹത്തിലും അതുവരെക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭ്യതിമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇതിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും നിശ്ചിതമായിരിക്കുന്ന കുരിശ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്തിനാണ് മനുഷ്യാത്മാക്കൾ വിധിക്കുന്ന കാര്യങ്ങളായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശ്രയിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധൈര്യമായി അറിയിക്കണമേ. മണവാട്ടിയായ വിശ്വസഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ചവനും സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ പ്രാർത്ഥന ചെയ്യണമേ. ഇനി മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും ആരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഈ സഭയുടെ ശ്രേഷ്ഠമായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണവുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പരിവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും പ്രതിനിധിയും
കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ